Let us start our new session. In this we study about ionization energy. ഇപ്പോൾ എന്താണ് അയണൈസേഷൻ എനർജി? ഇത് +1 മൂന്നാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതല്ലെങ്കിൽ കൂടി 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചൊരു കൺസെപ്റ്റാണ് അയണൈസേഷൻ എനർജി. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി ഫ്രം ആൻ ആറ്റം ആൻഡ് ഇറ്റ് ബിക്കംസ് എ പോസിറ്റീവ് അയോൺ. ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ കളയാൻ ആവശ്യമായിട്ടുള്ള എനർജി വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. ആസ് എ റിസൾട്ട് ആറ്റം ബിക്കംസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ പോകുന്നത് N1 = 1 എന്നായിരിക്കും. എങ്ങോട്ടേക്ക് പോകാം? ഇൻഫിനിറ്റി വരെ പോകാൻ സാധിക്കും. അപ്പം N1 എന്ന എനർജി ലെവലിരിക്കുന്ന ഇലക്ട്രോൺസിന് ഹയർ സ്റ്റേറ്റായ N2 ആയ ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ട എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. അടുത്ത ടേമാണ് ലിമിറ്റിംഗ് ലൈൻ. എന്താണ് ലിമിറ്റിംഗ് ലൈൻ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനകത്ത് ഒരുപാട് ലൈൻസിൻ്റെ കൂട്ടം നമ്മൾ കണ്ടുല്ലേ. ഈ ഇത്രയും ലൈൻസിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ള ലൈൻ അതാണ് ലിമിറ്റിംഗ് ലൈൻ. അപ്പം ഈ ലൈൻ സ്പെക്ട്രത്തിനകത്ത് ഏത് ലൈനാണോ ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ലൈൻ. വേവ് ലെങ്ത് ഏറ്റവും കുറയുക മീൻസ് N2 വില ഏറ്റവും കൂടുക. നമ്മളിത് കുറച്ച് മുന്നേ 1/λ എന്നൊരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? അതിൽ N2 വില കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും N2 വാല്യൂ കൂടുന്നതനുസരിച്ച് ലാംഡ വില കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം എന്താ ലിമിറ്റിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഇപ്പോൾ ലൈൻ സ്പെക്ട്രത്തിനകത്തുള്ള ലൈൻസിൽ ഏതിനാണോ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ലൈൻ. അവിടെ N2 വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരു പോയിന്റാണ് പറയുന്നത്. മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് ആർ എമിറ്റഡ് വെൻ ആൻ ഇലക്ട്രോൺ ഡി എക്സൈറ്റ്സ്. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഇലക്ട്രോൺ ചാടുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡി എക്സൈറ്റേഷൻ. ഇങ്ങനെ ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് ലൈൻസിനെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ബൈഹാർട്ട് ചെയ്യണം. N2 - N1 + 1 ഇൻറ്റു N2 - N1/2 എന്നാണ്. അത് ബോക്സിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി എക്സൈറ്റേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണ്? N2 - N1 + 1 ഇൻറ്റു N2 - N1/2. അവിടെ N2 എന്ന് പറയുന്നത് ആ കൂടിയ വാല്യൂ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. N1 എന്ന് പറയുന്നത് ആ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ബോർ മോഡലിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പഠിച്ച ബോർ മോഡലിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് കണ്ടുപിടിക്കപ്പെട്ടത് പിൽക്കാലത്തെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവോടുകൂടിയാണ്. അത് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവോടുകൂടി ബോർ മോഡലിനകത്തുള്ള പ്രശ്നങ്ങൾ പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഈ ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ പ്രശ്നം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ലൈൻ സ്പെക്ട്രം പറഞ്ഞുകൊണ്ടാണ്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കിയ ലൈൻ സ്പെക്ട്രം പറഞ്ഞുകൊണ്ടാണ് ബോർ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ് വരുമ്പോൾ ലൈൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം ഇനബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്ര ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ബാക്കി ആറ്റംസ് വരുമ്പോൾ അവിടെ ലൈൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാകും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ മോഡലിന് പറ്റിയില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ ഫൈനർ ഡീറ്റെയിൽസ് ഓർ ഡബ്ലറ്റ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്ര. ഡബ്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വരച്ച സമയത്ത് ഓരോ ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ടില്ലേ. ഈ ഓരോ ലൈൻസിനകത്തും
2 ലൈൻസ് ചേർന്നാണ് ഇരിക്കുന്നത്. അതാണ് ഡബ്ലറ്റ്. അപ്പോൾ ഡബ്ലറ്റ് എന്ന് വെച്ചാൽ 2 ക്ലോസ്ലി പാക്ക്ഡ് ലൈൻസ് ആൻഡ് ദർ ഈസ് എ സ്മോൾ ഗ്യാപ്പ്. 2 ചേർന്നിരിക്കുന്ന ലൈൻസും ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പും, അതാണ് ഡബ്ലറ്റ്. ഈ ഡബ്ലറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. ഇനി മൂന്നാമത്തെ പ്രശ്നം, ഈ പറഞ്ഞ സോഴ്സ് ഓഫ് റേഡിയേഷൻസ് ഉള്ള വസ്തു നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് എടുത്ത് വച്ച് നോക്കൂ. ഈ പോകുന്ന ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ സ്പെക്ട്രൽ ലൈൻസ് വിൽ സ്പ്ലിറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് എഫക്റ്റ് ഈസ് കാൾഡ്, പോയിൻ്റ് ചെയ്യാം, സ്റ്റാർക്ക് എഫക്റ്റ്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ സോഴ്സ് ഓഫ് റേഡിയേഷൻ എടുത്തിട്ട് ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുന്നു. സംഭവിക്കുന്ന കാര്യം, ഈ ഉണ്ടായ സ്പെക്ട്രൽ ലൈൻസ് വീണ്ടും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഈസ് കാൾഡ് സ്റ്റാർക്ക് എഫക്റ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. അതുപോലെ നമ്മുടെ സോഴ്സ് ഓഫ് റേഡിയേഷൻ എടുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് MFൽ വച്ചാലും സ്പെക്ട്രൽ ലൈൻസ് വീണ്ടും ഫർദറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സീമാൻ എഫക്റ്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ മോഡലിന് പറ്റിയില്ല. അപ്പോൾ സോഴ്സ് ഓഫ് റേഡിയേഷൻ എടുത്തിട്ട് EFൽ വെച്ചാലും MFൽ വെച്ച് കഴിഞ്ഞാലും ആ വരുന്ന റേഡിയേഷൻസ് സ്പെക്ട്രൽ ലൈൻസ് ഫർദർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റാർക്ക് എഫക്റ്റ് എന്നും സീമാൻ എഫക്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ 2 പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് പറ്റിയില്ല. ഇനി അടുത്ത പ്രശ്നം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസ് ചേർന്ന് എങ്ങനെയാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ബോർ മോഡലിന് പറ്റിയില്ല. അപ്പം ഇനേബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവോടുകൂടിയാണ് പ്രശ്നം ഉണ്ടായത്. ക്വാണ്ടം മെക്കാനിക്സിലെ ഒന്നാമത്തെ പ്രധാന കൺസെപ്റ്റാണ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഡ്യുവൽ ബിഹേവിയർ. ആ ഒരു കൺസെപ്റ്റ് തന്നെ ബോർ ഇഗ്നോർ ചെയ്താണ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തേക്കുന്നത്. അതുപോലെ ഹിസ് കൺസെപ്റ്റ് ആൾസോ കോൺട്രഡിക്റ്റ് എന്ന് വെച്ചാൽ അതുമായി ഭിന്നത ഉണ്ടായെന്നാണ് വിത്ത് ഹൈസൻബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പം ബോർ മോഡലിനകത്തുള്ള കാര്യങ്ങളും ഹൈസൻബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളും ശരിയായിട്ട് വരുന്നില്ല. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററും ഹൈസൻബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഇത് രണ്ടുമായിട്ടും നമ്മുടെ ബോർ മോഡൽ ഒത്ത് പോകുന്നില്ല. അപ്പോൾ ഈ സെഷനകത്ത് ഒന്നാമത് പറഞ്ഞത് എന്താണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് കളയുന്നതിന് വേണ്ടി വലിച്ചെടുക്കുന്ന എനർജിയാണ് അയണൈസേഷൻ എനർജി. ആസ് എ റിസൾട്ട് ആറ്റം എന്തായിട്ട് മാറും, പോസിറ്റീവ് അയോണായിട്ട് മാറും. ഇവിടെ N1 വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. N2 എന്ന് പറയുന്നത് എക്സൈറ്റഡ് ലെവൽസ് ആണ്. അത് ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റും. അപ്പോൾ അടുത്ത ലിമിറ്റിംഗ് ലൈൻ. എന്താ ലിമിറ്റിംഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ലൈൻ ഇൻ ലൈൻ സ്പെക്ട്രം ദാറ്റ് ഹാവ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഈ ലൈൻ സ്പെക്ട്രത്തിലുള്ള ലൈൻസിൽ ഏതിനാണോ ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ലൈൻ. ഇവിടെ N2 വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോഴാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്. ഇനി നമ്മൾ പറഞ്ഞത് എൻട്രൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് വെൻ ആൻ ഇലക്ട്രോൺ ഡീഎക്സൈറ്റ്സ്. ഒരു ഇലക്ട്രോൺ ഡീഎക്സൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് എത്രയാണ്? അതിൻ്റെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക. N2 മൈനസ് N1 പ്ലസ് 1 ഇൻറ്റു N2 മൈനസ് N1/2 എന്നാണ്. ഇത് എൻട്രൻസിന് യൂസ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് ദാറ്റ് ആർ എമിറ്റഡ് വെൻ ആൻ ഇലക്ട്രോൺ ഡീഎക്സൈറ്റ്സ്. ഒരു ഇലക്ട്രോൺ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പ്രോസസ്സാണ് ഡീഎക്സൈറ്റേഷൻ. ഈ സമയത്തുണ്ടാകുന്ന മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം N2 മൈനസ് N1 പ്ലസ് 1 ഇൻറ്റു N2 മൈനസ് N1/2 ആണ്. അവിടെ N2 ഹയർ വാല്യൂ, N1 ലോവർ വാല്യൂ. ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ബോർ മോഡലിന് പിൽക്കാലത്ത് ക്വാണ്ടം മെക്കാനിക്സ് വന്നോടുകൂടിയിട്ട് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇനബിലിറ്റി ടു എക്സ്പ്ലെയിൻ ലൈൻ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ബോർ മോഡൽ ആകെ എക്സ്പ്ലെയിൻ ചെയ്തത് ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം മാത്രമാണ്. മൾട്ടി ഇലക്ട്രോൺ ആറ്റംസിൻ്റെ ലൈൻ സ്പെക്ട്രം എങ്ങനെ ഉണ്ടാകുമെന്ന് ബോർ മോഡൽ പറഞ്ഞില്ല. അടുത്ത പ്രശ്നം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈനർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡബ്ലറ്റ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഡബ്ലറ്റ് മീൻസ് 2 ക്ലോസ്ലി പാക്ഡ് ലൈൻസ്. Then it could not explain splitting of spectral lines in presence of electric field Stark effect and also splitting of spectral lines in presence of magnetic field Zeeman effect.
അടുത്തത് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾസ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസ് ചേർന്ന് എങ്ങനെ മോളിക്യൂൾസ് ഉണ്ടാകുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവസാന പ്രശ്നം റിലേറ്റ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സുമായിട്ടാണ്. ഇറ്റ് ഇഗ്നോർസ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചർ എന്നുള്ള കൺസെപ്റ്റ് ബോർ ഇഗ്നോർ ചെയ്തു. ആൻഡ് ഹിസ് കൺസെപ്റ്റ് കോൺട്രഡിക്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റും ഹൈസൻബർഗിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി കോൺട്രഡിക്ഷൻ ഉണ്ടായി, തമ്മിൽ കൂട്ടിയിടി, ചില ആശയക്കുഴപ്പം, തമ്മിൽ ഒത്തുപോകുന്നില്ല. ഇതായിരുന്നു ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പം ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ വരാൻ കാര്യം ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ വന്നതുകൊണ്ടാണ് ബോർ മോഡലിനകത്ത് പ്രശ്നങ്ങളുണ്ടായത്. ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. അപ്പം ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട 2 സയൻറ്റിസ്റ്റുകളാണ് ഡി ബ്രോഗ്ലിയും ഹൈസൻബർഗും. ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡി ബ്രോഗ്ലി പറഞ്ഞ കാര്യം, ഒരു മാറ്ററിന് 2 നേച്ചറുണ്ട്, ഡ്യുവൽ നേച്ചറുണ്ട്. എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ നേച്ചറുണ്ട്, വേവ് നേച്ചറുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്, ഒരു വസ്തുവിന് എത്ര നേച്ചറാണ്? 2 നേച്ചറാണ്, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. സോ ഇറ്റ് ഈസ് കാൾഡ് ഡ്യുവൽ നേച്ചർ. അപ്പോൾ ഇവിടെ വേവ് ലെങ്തും മൊമെൻറ്റവുമായിട്ടൊരു ബന്ധം ഡി ബ്രോഗ്ലി ഉണ്ടാക്കിയെടുത്തു. ആ റിലേഷൻ ഇതാണ്, ലാംഡ ഈക്വൽസ് h/mv. നോക്കി വെച്ചേക്കുക. ലാംഡ വേവ് ലെങ്ത്, h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, m മാസ്, v വെലോസിറ്റി. അപ്പം ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് മൊമെൻറ്റം. ബിക്കോസ് mv മാസ് ഇൻറ്റു വെലോസിറ്റി ഈസ് കാൾഡ് മൊമെൻറ്റം. അപ്പോൾ ലാംഡ ഈക്വൽസ് h/mv. വി നോ ദാറ്റ് മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെൻറ്റമാണ്, അത് p ആണ്. ഓക്കെ. ദെൻ ലാംഡ ഈക്വൽസ് h/p വെയർ p ഈസ് കാൾഡ് ലീനിയർ മൊമെൻറ്റം. ഇനി എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഈ ലാംഡ ഈക്വൽസ് h/√2m ഇൻറ്റു ke കൈനറ്റിക് എനർജി. ഇത് എൻട്രൻസിന് വേണ്ടി നോക്കി വെച്ചേക്കുക. ലാംഡ ഈക്വൽസ് h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു h/√2m ഇൻറ്റു q ഇൻറ്റു v. m മാസ്, q ക്വാണ്ടിറ്റി ഓഫ് ടോട്ടൽ ചാർജ്, v വെലോസിറ്റി. അപ്പോൾ ഈ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു എവരി ഒബ്ജക്റ്റ് ഇൻ മോഷൻ ഹാസ് എ വേവ് ക്യാരക്ടർ. ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്ത് ക്യാരക്ടറുണ്ട്? വേവ് ക്യാരക്ടറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും സഞ്ചരിക്കുന്നൊരു കാറ്, അതിന് വേവ് ക്യാരക്ടർ ഉണ്ടോ നമ്മൾ വിചാരിക്കും. അതിന് വേവ് ക്യാരക്ടർ ഏറ്റവും കുറവാണ്. എന്തുകൊണ്ടാണ്? മാസ് കൂടുന്തോറും വേവ് ലെങ്ത് കുറയും. അപ്പം നമ്മൾ വലിയ വലിയ ആൾക്കാർക്ക് മാസ് കൂടുതലാണ്, അപ്പോൾ എന്ത് കുറയുന്നു? വേവ് ലെങ്ത് കുറയും. ആസ് എ റിസൾട്ട് വേവ് ക്യാരക്ടറും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കാറിനൊന്നും വേവ് നേച്ചർ ഫീൽ ചെയ്യാത്തത്. അതർവൈസ് വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവിടെ മാസ് കുറവാണ്, ദെൻ ലാംഡ കൂടും, അവർക്ക് എന്ത് നേച്ചർ കാണും? വേവ് നേച്ചർ കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വലിയ വലിയ ഒബ്ജക്ട്സിന് അവരുടെ വേവ് നേച്ചർ, വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് മാസ് കൂടുന്നു, വേവ് ലെങ്ത് കുറയുന്നു. സോ ഇറ്റ് കനോട്ട് ബി ഡിറ്റർമിൻഡ് ഫോർ ബിഗർ ഒബ്ജക്ട്സ്. ബട്ട് ഇൻ കേസ് ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, വി ക്യാൻ ആക്യുറേറ്റ്ലി മെഷർ ലാംഡ വേവ് ലെങ്ത്. കാര്യം അവർക്ക് മാസ് കുറവാണ്, അപ്പോൾ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം, അവരുടെ വേവ് നേച്ചർ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തതും അവസാനത്തതും ക്വാണ്ടം മെക്കാനിക്സിൽ ഹൈസൻബർഗ്സിൻ്റെ അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഇയാൾ പറഞ്ഞ കാര്യം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദി എക്സാക്റ്റ് പൊസിഷൻ ആൻഡ് എക്സാക്റ്റ് മൊമെൻറ്റം ഓഫ് എ സബറ്റോമിക് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ എന്നും പറയാം. എന്നുവെച്ചാൽ നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കൃത്യമായ പൊസിഷനും കൃത്യമായ മൊമെൻറ്റവും സൈമൾട്ടേനിയസ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരൊറ്റ സെക്കൻഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ദി എക്സാക്റ്റ് പൊസിഷൻ ആൻഡ് എക്സാക്റ്റ് മൊമെൻറ്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സൈമൾട്ടേനിയസ്ലി. എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്തൊരു പാർട്ടിക്കിൾ ഭയങ്കര സ്പീഡിൽ പോകുമ്പം അതിന് കൃത്യമായ പൊസിഷനും കൃത്യമായ മൊമെൻറ്റവും നമുക്ക് ഒരൊറ്റ സെക്കൻഡിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മൾ പൊസിഷൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചാൽ മൊമെൻറ്റം ചേഞ്ച് ആകും. ഇനി മൊമെൻറ്റം ഫിക്സ് ആക്കി വെച്ച് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ പൊസിഷനകത്ത് വ്യത്യാസം വരും. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ആക്കി വെച്ച് അടുത്തത് കണ്ടുപിടിക്കുമ്പം
രണ്ടാമത്തേതിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഈ ചേഞ്ചിന്റെ പേരാണ് അൺസെർട്ടൈനിറ്റി. പൊസിഷൻ കൃത്യമാണെങ്കിൽ മൊമെന്റത്തിൽ അൺസെർട്ടൈനിറ്റി, മൊമെന്റം കൃത്യമാണെങ്കിൽ പൊസിഷനകത്ത് എന്തുണ്ട്? അൺസെർട്ടൈനിറ്റി ഉണ്ട്. ഇനി പൊസിഷനകത്ത് ഉണ്ടാകുന്ന അൺസെർട്ടൈനിറ്റി ഡെൽറ്റ എക്സ് ആണ്, മൊമെന്റത്തിൽ ഉണ്ടാകുന്ന അൺസെർട്ടൈനിറ്റി ഡെൽറ്റ പി ആണ്. ഹൈസൻബർഗ് കണ്ടുപിടിച്ചത് ഈ രണ്ട് അൺസെർട്ടൈനിറ്റിയും കൂടെ ഇൻഡു ചെയ്യുമ്പം, പ്രോഡക്റ്റ് എടുക്കുമ്പം അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് h/4πക്ക് ഈക്വൽ ആകാം, ഓർ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ h/4π. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ അൺസെർട്ടൈനിറ്റി ഇൻ പൊസിഷനോ അൺസെർട്ടൈനിറ്റി ഇൻ മൊമെന്റവും കൂടെ നിങ്ങൾ ഇൻഡു ചെയ്യുമ്പം, പ്രോഡക്റ്റ് എടുക്കുമ്പം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് h/4πക്ക് ഈക്വലും ആകാം, h/4πയേക്കാൾ കൂടുതലും ആകാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിക്ക് പകരം എം വി, ബിക്കോസ് മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ദെൻ ഈ ഡെൽറ്റ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് കിട്ടും. ഇവിടെ എമ്മിന് ഡെൽറ്റ വരത്തില്ല, എൻ്റെ കാര്യം നമുക്കറിയാം. മാസ് സഞ്ചരിക്കുന്ന സമയത്ത് ചേഞ്ച് ആകുന്നില്ല. നമ്മളൊരു പന്ത് എടുത്ത് ദൂരേക്ക് എറിയുകയാണ് ഇല്ലേ? ഈ പന്ത് സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്, പക്ഷേ ആ ബോളിൻ്റെ മാസിൽ മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദർ ഈസ് നോ സിഗ്നിഫിക്കൻസ് ഫോർ ഡെൽറ്റ ഇൻ കേസ് ഓഫ് എം. മാസിൻ്റെ കേസിൽ ചേഞ്ചിന് വലിയ സാധ്യതയില്ല, വെലോസിറ്റിക്ക് മാത്രമേ അവിടെ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ഈ സെഷനകത്ത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട രണ്ട് ആൾക്കാരെ പരിചയപ്പെട്ടു, ഡി ബ്രോഗ്ലിയും ഹൈസൻബർഗും. ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററാണ് കൊണ്ടുവന്നത്. ഇയാൾ പറഞ്ഞത് ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അതിന് എന്ത് നേച്ചറുണ്ട്? ഡ്യുവൽ നേച്ചറുണ്ട്. ദാറ്റ് ഈസ് പാർട്ടിക്കിൾ ക്യാരക്ടർ ആൻഡ് വേവ് ക്യാരക്ടർ. ഇക്വേഷൻസ് ലാംഡ ഈക്വൽസ് h/mv, ലാംഡ ഈക്വൽസ് h/p ഇക്വേഷൻസ് നോക്കി വച്ചേക്കുക. പക്ഷേ ബിഗർ ഒബ്ജക്ട്സിൻ്റെ കേസിൽ അവർക്ക് മാസ് കൂടുതലാകുമ്പോൾ വേവ് ലെങ്ത് കുറയും. അതുകൊണ്ട് ബിഗർ ഒബ്ജക്ട്സിന് കറക്റ്റായിട്ട് വേവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് ഉറപ്പായിട്ടും എന്ത് നേച്ചറുണ്ട്? ഡ്യുവൽ നേച്ചറുണ്ട്. കാര്യം അവിടെ മാസ് കുറവാണ്, വേവ് ലെങ്ത് കൂടുതലാണ്, അവർ ഡ്യുവൽ നേച്ചർ കാണിക്കും. ഇനി സെക്കൻഡ് ഹൈസൻബർഗിൻ്റെ അൺസെർട്ടൈനിറ്റി പ്രിൻസിപ്പിളാണ്. ഹൈസൻബർഗ് പറഞ്ഞത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കാൽക്കുലേറ്റ് ആക്യുറേറ്റ്ലി ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ സൈമിൾട്ടേനിയസ്ലി. നല്ല സ്പീഡിൽ പോകുന്ന ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കൃത്യമായ സ്ഥാനമോ കൃത്യമായ മൊമെൻറ്റമോ നമുക്ക് കറക്റ്റായിട്ട് ഒരു സെക്കൻഡിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി ഹൈസൻബർഗ് തെളിയിച്ച കാര്യം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി, ഡെൽറ്റ എക്സ് അൺസെർട്ടൈനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി അൺസെർട്ടൈനിറ്റി ഇൻ മൊമെൻറ്റം. നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? അവിടെ പൊസിഷൻ കീപ്പ് ചെയ്തു, അത് കണ്ടുപിടിച്ചു. പക്ഷെ കണ്ടുപിടിച്ച് മൊമെൻറ്റം നോക്കുമ്പോൾ മൊമെൻറ്റത്തിൽ എന്തുണ്ടാകും? അൺസെർട്ടൈനിറ്റി ഉണ്ടാകും. അല്ലെങ്കിൽ മൊമെൻറ്റം കണ്ടുപിടിച്ചു, പൊസിഷൻ നോക്കുന്ന സമയത്ത് പൊസിഷനകത്ത് എന്തുണ്ട്? അൺസെർട്ടൈനിറ്റി ഉണ്ട്. ഈ രണ്ട് അൺസെർട്ടൈനിറ്റിയും കൂടി ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് h/4πക്ക് ഈക്വൽ ആകാം ഓർ ഗ്രേറ്റർ ആകാം. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പിക്ക് പകരം മാസിൻ്റെ വെലോസിറ്റി കൊടുക്കാം, ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു h/4π. മാസ് പുറത്തെടുക്കുന്നു, കാര്യം സഞ്ചരിക്കുന്ന വസ്തുവിന് മാസ് ചേഞ്ച് ഇല്ല. അവിടെ എമ്മിന് അപ്പോൾ എന്ത് കൊടുക്കണ്ട? ഡെൽറ്റ കൊടുക്കണ്ട. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈസൻബർഗിൻ്റെ അൺസെർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ വരെയാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലുണ്ട്, ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കൃത്യമായ സ്ഥാനവും കൃത്യമായ മൊമെൻറ്റവും ഒരു സെക്കൻഡിൽ തന്നെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് സംശയം വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഫിഗർ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഫിഗറിൽ നമുക്ക് ശ്രദ്ധിക്കൂ, താഴെ നിന്ന് വൃത്തപാതയിൽ കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ പാത്ത്, ഒറിജിനൽ പാത്താണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺ വൃത്തപാതയിൽ സർക്കുലർ പാത്തിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇലക്ട്രോണിൻ്റെ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു മൈക്രോസ്കോപ്പ് വേണം, ഇല്ലേ? ഇനി മൈക്രോസ്കോപ്പ് വഴി നമുക്ക് ആ വസ്തുവിനെ, ഇലക്ട്രോണിനെ കാണണമെങ്കിൽ അതിനകത്ത് എന്ത് വന്ന് വീഴണം? ലൈറ്റ്, ഫോട്ടോൺ വന്ന് വീഴണം, ശരിയല്ലേ? അപ്പോൾ മൈക്രോസ്കോപ്പ് വഴി ഇലക്ട്രോണിനെ കാണണമെങ്കിൽ അതിലേക്ക് എന്ത് വന്ന് വീഴണം? ലൈറ്റിനകത്തുള്ള ഫോട്ടോൺസ് വന്ന് വീഴണം.
ഈ ഫോട്ടോൺ അവിടെ വന്ന് പതിച്ചിട്ട് റിഫ്ലക്റ്റഡ് ഫോട്ടോൺ നേരെ മൈക്രോസ്കോപ്പിലേക്ക് പോകുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ പാത്ത് മെഷർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇലക്ട്രോണിൻ്റെ മാസും ഫോട്ടോണിൻ്റെ മാസും ഏകദേശം തുല്യമാണ്. അപ്പം ഫോട്ടോൺ വന്ന് ഇലക്ട്രോണിൻ്റെ പുറത്ത് ഇടിക്കുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ പാത്തും വെലോസിറ്റിയും ചേഞ്ച് ആകും. എന്ന് വെച്ചാൽ സർക്കുലർ പാത്തിൽ പോകേണ്ട ഇലക്ട്രോൺ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഞാനവിടെ ഡോട്ട് കാണിച്ചിട്ടുണ്ട്. ഡോട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ സർക്കുലർ പാത്ത് മാറിയിട്ട് ഒരു സ്ട്രെയിറ്റ് പാത്തായി വിച്ച് ഹാവ് ന്യൂ വെലോസിറ്റി. ഇറ്റ് ഈസ് എ ന്യൂ പാത്ത് ദാറ്റ് ഹാവ് ന്യൂ വെലോസിറ്റി. അപ്പോൾ താഴേക്ക് ഞാൻ കാണിച്ചേക്കുന്നത് എക്സ്പെക്റ്റഡ് പാത്താണ്. ഇപ്പോൾ ഇലക്ട്രോൺ അങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ പൊസിഷനും മൊമെൻറ്റും മെഷർ ചെയ്യാനായിട്ട് ഫോട്ടോണും മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത സമയത്ത് ഈ തമ്മിലുള്ള ഇടി മൂലം ഇലക്ട്രോണിൻ്റെ പാത്ത് മാറുകയും പുതിയ വെലോസിറ്റിയിലേക്ക് അത് പോവുകയും ചെയ്തു. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഇലക്ട്രോണിൻ്റെ പാത്തും മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ നോക്കിയാൽ അതൊരിക്കലും പോസിബിൾ അല്ല. കാര്യം ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. അപ്പോൾ ഫോട്ടോൺ വന്ന് വീഴുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പാത്ത് മാറും, അതിൻ്റെ വെലോസിറ്റി മാറും. സോ ദർ ഈസ് ആൻ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വച്ചിട്ട് ബോർ മോഡൽ നമ്മൾ മാറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഇലക്ട്രോണിൻ്റെ പാത കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ നോക്കിയാൽ അതൊരിക്കലും പോസിബിൾ അല്ല. പക്ഷെ ബോർ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നത് ഒരു സ്പെസിഫിക് സർക്കുലർ പാത്തിലാണ്. അതിൻ്റെ പേര് ഷെൽ എന്നൊക്കെ അദ്ദേഹം കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞ പാത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഫോട്ടോൺ വന്ന് പുറത്ത് വീഴണം. അങ്ങനെ ഫോട്ടോൺ വന്ന് പുറത്ത് വീണാൽ പിന്നെ അത് ഏത് പാത്തിലല്ല പോകുന്നത്? സർക്കുലർ പാത്തിലല്ല പോകുന്നത്. അപ്പം ബോറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ ഡെഫിനിറ്റ് പാത്ത് ഓർ ഡെഫിനിറ്റ് ട്രാജക്ടറി എന്നുള്ള കൺസെപ്റ്റിനെ അതിൻ്റെ എക്സിസ്റ്റൻസിനെ റൂൾസ് ഔട്ട് ചെയ്തു, തള്ളിക്കളഞ്ഞു. ഇറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ എക്സാമിന് ചോദിക്കുക, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രാധാന്യം? അപ്പോൾ നിങ്ങൾ പറയണം, ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രാജക്ടറീസ് ഓഫ് ഇലക്ട്രോൺ ഇൻ ബോർ മോഡൽ. ബോർ മോഡലിനകത്ത് നമ്മൾ പറഞ്ഞ കൃത്യമായ പാത, കൃത്യമായ ട്രാജക്ടറി എന്നുള്ള കൺസെപ്റ്റിനെ ആകെ തള്ളിക്കളഞ്ഞു ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ. ഇലക്ട്രോൺ പോലെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ ആ പ്രശ്നം വരുന്നുള്ളൂ. വലിയ വലിയ ഒബ്ജക്ട്സ് ആണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? പൊസിഷനും മൊമെൻറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇലക്ട്രോൺ പോലത്തെ സബറ്റോമിക് പാർട്ടിക്കിൾസിന് ഒരിക്കലും കൃത്യമായിട്ടുള്ള ആ ഒരു പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ബോർ പറഞ്ഞ ഡെഫിനിറ്റ് പാത്ത് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ട്രാജക്ടറി എന്നുള്ള കൺസെപ്റ്റിനെ എന്ത് ചെയ്യും? നമ്മൾ തള്ളിക്കളയുന്നു. ദെൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഇതൊരു തിയററ്റിക്കൽ മോഡൽ സ്റ്റഡിയാണ്. ഇൻ വിച്ച് വി ഡീൽസ് അബൌട്ട് ദ മോഷൻ ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ദാറ്റ് ഷോസ് ഡ്യുവൽ നേച്ചർ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളായ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസിൻ്റെയൊക്കെ ഡ്യുവൽ നേച്ചർ വച്ചുള്ള ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്, ഒരു സ്റ്റഡിയാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഇക്വേഷൻ, ബേസിക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത് ഷ്രോഡിഞ്ചർ ആണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ ഒരു തിയററ്റിക്കൽ മോഡലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത ആളുടെ പേര് ഷ്രോഡിഞ്ചർ എന്നാണ്. ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയും. ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ. ആൻഡ് സിമ്പിൾ നമ്മൾ സൈ എന്ന് പറയും. ഈ സൈ ഷോസ് ഓൾ ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചുള്ള ഫുൾ വിവരങ്ങളും എവിടെ ഉണ്ട്? സൈക്കകത്തുണ്ട്. ലൈക്ക് ഇറ്റ്സ് എനർജി, ഇറ്റ്സ് പൊസിഷൻ, ഇറ്റ്സ് ഓർബിറ്റൽസ് എക്സെട്ര. ബട്ട് സൈ ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഈ സൈക്ക് എന്തില്ല? ഫിസിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പോൾ സൈക്കകത്തുള്ള ഈ ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം? വലിച്ച് പുറത്തിടണം, എക്സ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഇൻഫർമേഷൻ ഫ്രം സൈ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ യൂസിങ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നോക്കൂ, ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചുള്ള ഫുൾ വിവരങ്ങൾ എവിടെ ഇരിപ്പുണ്ട്? സൈക്കകത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ വിവരങ്ങൾ അവിടെ നിന്ന് വലിച്ച് പുറത്തിടണം, എക്സ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ
നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഈ അടുത്ത സെഷനകത്ത് നമ്മൾ ആദ്യം കാണുന്നത് സൈ ആണ്. സൈ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ വേവ് ഫംഗ്ഷനാണ്. ഈ സൈയുടെ സ്ക്വയർ എടുത്താൽ, ദാറ്റ് ഈസ് സൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അപ്പോൾ സൈക്ക് പ്രാധാന്യമില്ലെങ്കിലും ബൈ യൂസിങ് സൈ സ്ക്വയർ വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കൺസെപ്റ്റിലേക്ക് പഠിക്കാൻ പോവുകയാണ്, അതാണ് ഓർബിറ്റൽ. അപ്പോൾ ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ബോർ വരെ എന്താ പറഞ്ഞത്? ആ ഇലക്ട്രോൺ കൃത്യമായ ഒരു സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങുകയാണ്, അതിൻ്റെ പേര് ഷെൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വന്നപ്പോൾ കൃത്യമായ പാത എന്നുള്ള സംഭവം നമ്മൾ തള്ളിക്കളഞ്ഞു. സൈ സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എവിടെ കാണപ്പെടാം എന്ന് ഏകദേശം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടുപിടിക്കും ബൈ യൂസിങ് സൈ സ്ക്വയർ. ഇങ്ങനെ ഇലക്ട്രോണിനെ കാണപ്പെടാൻ ചാൻസ് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റുമുള്ള 3D റീജിയൻ, ഒരു 3 ഡയമെൻഷനാണ്. ആ 3D റീജിയനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രോണിനെ കാണപ്പെടാൻ ചാൻസ് ഉള്ള 3D സ്പേസ് ആണ്. എന്നിരുന്നാലും 90% മാത്രമേ ഇതിന് ആക്യുറസി ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പോൾ സൈ സ്ക്വയർ വെച്ച് കണ്ടുപിടിക്കുന്ന ഓർബിറ്റൽ കൺസെപ്റ്റിൻ്റെ ഒരു വാല്യൂവിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് ഓൺലി 90% ആണ്. ഒരു 10% ചിലപ്പോൾ നമുക്ക് തെറ്റ് സംഭവിക്കാം. അപ്പോൾ ഈ സെഷനകത്ത് എന്തുകൊണ്ടാണ് ഹൈസൻബർഗ് പറഞ്ഞത് കൃത്യമായ സ്ഥാനവും കൃത്യമായ മൊമെൻറ്റവും കിട്ടത്തില്ല എന്നുള്ളത് അവിടെ മനസ്സിലാക്കുക. ഇലക്ട്രോണിൻ്റെ കൃത്യമായ പാത കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വന്ന് അവിടെ വീഴണം? ഫോട്ടോൺ വന്ന് എൻ്റെ പുറത്ത് പതിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ കൃത്യമായ ആ പാത്ത് കണ്ടുപിടിക്കാൻ സാധിക്കൂ. പക്ഷേ ഫോട്ടോൺ എന്ന് പറയുന്ന ആളിൻ്റെ മാസ് ഇലക്ട്രോണിൻ്റെ മാസിന് ഈക്വൽ ആയതുകൊണ്ട് അവർ തമ്മിലിടിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ പാത്ത് മാറും, അതിൻ്റെ വെലോസിറ്റി മാറും. അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇലക്ട്രോണിൻ്റെ പാത്തും മൊമെൻറ്റവും മെഷർ ചെയ്യാൻ സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്. അതിൻ്റെ ഫിഗർ നിങ്ങൾ നോട്ടിലേക്ക് വരച്ചെടുക്കണം. അവിടെ കാണുന്നുണ്ടല്ലോ, ഒറിജിനൽ പാത്തുണ്ട്, ന്യൂ പാത്തുണ്ട്, ന്യൂ വെലോസിറ്റി ഉണ്ട്, എക്സ്പെക്ട് ചെയ്യുന്ന പാത്തുണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, വന്ന് വീഴുന്ന ഫോട്ടോൺ ഉണ്ട്, റിഫ്ലക്ട് ഫോട്ടോണൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ പറഞ്ഞത് സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ബോർ പറഞ്ഞ എക്സാക്റ്റ് പാത്ത്, ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രാജക്ടറി എന്നുള്ള ഐഡിയ റൂൾസ് ഔട്ട് ചെയ്തു, തള്ളിക്കളഞ്ഞു. കൃത്യമായൊരു പാത എന്നുള്ള കൺസെപ്റ്റ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉറപ്പല്ലേ? അപ്പം ഹൈസൻബർഗിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ട്രാജക്ടറീസ് ഇൻ ബോർ മോഡൽ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളാണ്. ദെൻ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്. ഇത് ബേസ് ചെയ്തേക്കുന്നത് സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡ്യുവൽ നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ തിയറി ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഇക്വേഷൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഷ്രോഡിഞ്ചറാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇലക്ട്രോൺ വേവ് ഫംഗ്ഷൻ സൈ എന്നറിയപ്പെടുന്നു. ഈ സൈയുടെ പ്രത്യേകത, ഒരു ഇലക്ട്രോണെ സംബന്ധിച്ചുള്ള ഫുൾ വിവരങ്ങളും സൈക്കകത്തുണ്ട്. ഇലക്ട്രോണിൻ്റെ എനർജി, അതിൻ്റെ പൊസിഷൻ, നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഒക്കെ സൈക്കകത്തുണ്ട്. ഈ സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, പക്ഷേ ഈ സൈക്കകത്തുള്ള ഡീറ്റെയിൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ, വലിച്ച് പുറത്തുവിടാം. എങ്ങനെയാണ്? ബൈ യൂസിങ് സെറ്റ് ഓഫ് നമ്പേഴ്സ് കാൾഡ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ എന്താണ് സൈ സ്ക്വയറിൻ്റെ പ്രാധാന്യം? സൈക്ക് പ്രാധാന്യമില്ലെങ്കിലും ബൈ യൂസിങ് സൈ സ്ക്വയർ വി ക്യാൻ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എവിടെയൊക്കെ കൂടുതൽ കാണപ്പെടാം എന്നുള്ള ഒരു അറിവ് കിട്ടാൻ നമുക്ക് എന്തുപയോഗിക്കാം? സൈ സ്ക്വയർ യൂസ് ചെയ്യാം. അങ്ങനെ ഇലക്ട്രോണെ കാണാൻ സാധ്യതയുള്ള മേഖലകളുണ്ട്, 3D റീജിയൻസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഓർബിറ്റൽ. അപ്പോൾ ദീസ് ആർ ദ 3D റീജിയൻസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് മാക്സിമം. മാക്സിമം എന്ന് പറയത്തുള്ളൂ. ഇങ്ങനെ കണ്ടുപിടിച്ചാലും ഒരു 90% മാത്രമേ കറക്റ്റ് ആവത്തുള്ളൂ. 10% അവിടെയും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും മതി.